പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ശനിയാഴ്ച 14-ാം തീയതി. അറിയാലോ അല്ലേ? നാളെ നമ്മുടെ 15-ാം തീയതി നമ്മുടെ ഏങ്ങണ്ടൂർ സെൻറ്റ് തോമസ് ദേവാലയത്തിലെ ഈ പ്രമാണലംഘനങ്ങൾ വഴി കുടുംബങ്ങളിലേക്ക് കടന്നുള്ള പൈശാചിക പീഡകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ ശുശ്രൂഷയാണ്. സാധാരണ രീതിയിൽ അച്ഛൻ ഒരു ശുശ്രൂഷയാണ് അച്ഛനായിരിക്കുന്ന ഇടവകയിൽ, ചിലപ്പോൾ 2 വർഷമായിരിക്കാം, 3 വർഷമായിരിക്കാം. സാധാരണ ഒരു ശുശ്രൂഷയാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ കിഴിപ്പിള്ളിയുടെ അച്ഛൻ 5 വർഷം ഉണ്ടായിരുന്നു. ഒറ്റ ശുശ്രൂഷ മാത്രമാണ്. വാർഷിക ധ്യാനങ്ങളൊക്കെ എല്ലാ വർഷവും വയ്ക്കും, പക്ഷെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഒറ്റ ദിവസം, അത് അത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത് കാണുന്ന എല്ലാവരും നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. ഇത് ഷെയർ ചെയ്ത് ഇതിൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് നാളത്തെ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് 3:3. അവിടെ വചനം പറയുകയാണ്, അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, പിശാചിൻ്റെ ഏറ്റവും വലിയ വക്രത എന്താണെന്നറിയാവോ? ദൈവവചനം സ്വീകരിക്കാൻ ദൈവജനത്തെ ബ്ലോക്ക് ചെയ്യും. അത് അനുസ്മരിക്കാൻ, എന്താണ് പറഞ്ഞതെന്ന് അനുസ്മരിക്കാൻ. നോക്കിയേ, 20-25 വർഷം മുമ്പ് വീട്ടിലുണ്ടായ കലഹത്തിന് കാരണമായ കാര്യങ്ങൾ ഓർത്തിരിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ആ ഞായറാഴ്ച പറഞ്ഞ കാര്യം അത് മറക്കും. അല്ലെങ്കിൽ നോക്കി നാളെ പറയാൻ പോകുന്ന കാര്യം മറക്കും. ഓൺ ദ സ്പോട്ട് മറക്കും. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. ഇനി അതല്ലെങ്കിലോ, നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു നാൾ വിധിയാളൻ്റെ അടുക്കൽ നാം കണക്ക് കൊടുക്കേണ്ടി വരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നാളത്തെ കാര്യം മറന്നിട്ടില്ലല്ലോ. ഒരു ജപമാല ഈ ഒരു നിയോഗാർത്ഥം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.